കണ്ണൂർ പുതിയ തെരു കാട്ടാമ്പള്ളിയിൽ പ്ലൈവുഡ് കമ്പനിയിൽ തീപിടുത്തമുണ്ടായി. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നല്ലോണം പിടിച്ചേ. ഫെലിക്സ് ചേരുന്ന വിവരങ്ങളുമായി. ഫെലിക്സ്, എപ്പോഴാണ് തീപിടുത്തം? ഇതെങ്ങനെയാണ്? പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിയുന്നുണ്ടോ? മോത്തി, ഇന്ന് രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത്. ഈ ഫയർഫോഴ്സിന്റെ 4 യൂണിറ്റ് സംഭവ സ്ഥലത്തുണ്ട്. 4 യൂണിറ്റ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. തീ പൂർണ്ണമായും ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്ലൈവുഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ അതിവേഗം തീ പടരുന്നുണ്ട്. പക്ഷേ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് ഉള്ളത്. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തതയില്ല. വളരെ വേഗം പ്ലൈവുഡ് ആയതുകൊണ്ട് തന്നെ തീ പിടുത്തമുണ്ടായാൽ അത് പടർന്ന് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തീ പടരാതിരിക്കാനുള്ള സ്ഥലത്ത്, ആ ഭാഗത്ത്, തീ പടരുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും കൂടുതലായി ഉണ്ടാകുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ ഫയർഫോഴ്സും വ്യക്തമാക്കുന്നത്. കൂടുതൽ യൂണിറ്റ് ആവശ്യമുണ്ടെങ്കിൽ എത്തിക്കുമെന്നും ഫയർഫോഴ്സ് അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമല്ല, പക്ഷേ പരമാവധി ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ടാവണം അല്ലേ? വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ടാവണം. കാരണം ഇത് പ്ലൈവുഡ് ഫാക്ടറിയാണ്. സെഞ്ചുറി പ്ലൈവുഡ് ഫാക്ടറിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ അതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. വളരെ വേഗം ഇത് തീ പടരും. സ്വാഭാവികമായിട്ട് അത് മുഴുവൻ അല്ലെങ്കിൽ കൂടുതൽ ഭാഗം കത്തി നശിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാശനഷ്ടവും വളരെ വലുതായിരിക്കും. ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഈ തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. തീ പടർന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് കൂടുതലായി വെള്ളം ചുറ്റി അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇപ്പോൾ തന്നെ 4 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തുണ്ട്. പക്ഷേ ആവശ്യമെങ്കിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കും എന്നും ഫയർഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തീ പടരുന്നത് ആരുടെ ശ്രദ്ധയിലാണ് ആദ്യം പെട്ടത്? തുടർന്ന് ഇടപെടൽ നടത്തിയത് കണ്ടവരുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ആയിരുന്നു? അതിനുശേഷമാണോ ഫയർഫോഴ്സ് ഒക്കെ എത്തിയത്? മൊത്തി പുക ഉയരുന്നത് കണ്ടാണ്. വളരെ വേഗമാണ്. ഇന്ന് പുലർച്ചെയാണ് പുക ഉയരുന്നത് കാണുകയും പിന്നീട് അത് വലിയ തീപിടുത്തമാകുകയും ചെയ്യുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വളരെ വേഗം ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. അങ്ങനെ കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും ആദ്യം ഫയർഫോഴ്സ് അവിടെ എത്തിയത്. കണ്ണൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി അണയ്ക്കാനുള്ള ശ്രമം ആദ്യം തുടർന്നു. പക്ഷെ അത് തീപിടുത്തത്തിന്റെ വ്യാപ്തി കുറച്ചുകൂടി വലുതാണെന്ന് മനസ്സിലാക്കി മറ്റിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ പുതിയ കാട്ടാമ്പള്ളിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഏതായാലും അങ്ങനെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തീവ്രമായി തന്നെ തുടരുന്നുണ്ട്. തീ അണയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്.